ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്തെടുക്കുന്നു? എല്ലാവരുടെയും പേപ്പർ വർക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ആരും ഗിവ് അപ്പ് ചെയ്യുകയോ നിരാശപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് പലതരത്തിലുള്ള കമന്റ്സ് കിട്ടുന്നുണ്ട്. അതിനകത്ത് നെഗറ്റീവ് അടിച്ചിരിക്കുന്നവരുണ്ട്, വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ സമയം ആവാത്തതുകൊണ്ടാണ് നമ്മളുടെ അങ്ങോട്ട് എത്താത്ത എന്ന് മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് നേരെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം. അപ്പൊ വീഡിയോയിലോട്ട് നേരെ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവര് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഇതിനകത്ത് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇത് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. പിന്നെ ഇതുപോലെ പ്രോസസ്സിങ് ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഈ ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ പല വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേറെ ഷോർട്സ് ആയിട്ടും ഒക്കെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി ടൈം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും കുറച്ച് നാളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് ഓസ്ട്രേലിയ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റിന്റെ സ്കോർ കുറച്ചു എന്നുള്ളത്. എന്നാൽ അതിനെ പറ്റിയിട്ട് ഞാൻ കുറെ സെർച്ച് ചെയ്തിട്ടും അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അധികം ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് സ്റ്റില് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എന്നെ കുറച്ച് പേരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോ സ്കോർ കുറച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അതിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കുറെ റിസർച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ടോപ്പിക് എടുത്തത്. കാരണം ഇതിനെ പറ്റിയിട്ട് പറയാൻ ആധികാരികമായിട്ടുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. ഞാൻ കുറെ അവിടുന്ന് ഇവിടുന്നൊക്കെ വെബ്സൈറ്റുകളൊക്കെ തപ്പിയിട്ട് കിട്ടിയ ഒരു കുഞ്ഞു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് നമ്മുടെ ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് അവരത് കുറച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ UK, ന്യൂസിലാൻഡ്, അയർലൻഡ്, കാനഡ ഇവിടെയൊക്കെ ഇതിന്റെ സ്കോർ കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓസ്ട്രേലിയ മാത്രം ആ ഒരു കടുംപിടുത്തത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുവായിരുന്നു അല്ലെ. അതായത് IELTS-ന് 7.5-ഉം OET-ക്ക് ഓവറോൾ B എന്നൊക്കെയുള്ള ആ ഒരു സ്കോർ. അപ്പോൾ എനിക്കറിയാവുന്നവരും അതല്ലാത്തവരും കുറെ പേര് ഈ ഒരു പ്രോസസ്സ് ചെയ്യണ്ട അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതിന്റെ ഒരു മെയിൻ കാരണം ഈ ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ആയിട്ടാണ്. അപ്പോ നമുക്കറിയാം, നമ്മൾ നാട്ടിലൊക്കെ പഠിച്ച്, ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ബേസിക് ഇംഗ്ലീഷ് ഇല്ലാതെ നമ്മൾ പഠിച്ചു വരുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കടമ്പ തന്നെയായിരിക്കും ഈ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളത്. എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറ്റില്ല എന്നല്ല, നമുക്ക് പറ്റും. അതിന് വലിയൊരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. അപ്പോൾ ഒരിക്കലും നമ്മൾ അതിനകത്ത് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ഉള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ അഫ്രയുടെ സൈഡിൽ നിന്ന് വന്നേക്കുന്നത്. അപ്പൊ അതിലോട്ട് നമുക്ക് വിശദമായിട്ട് തന്നെ പോയാലോ? നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ ഈ വീഡിയോ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരുടെയാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ UK അല്ലെങ്കിൽ അയർലൻഡ് അങ്ങനെയുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ അല്ലാതെ വർക്ക് ചെയ്യുന്നവർക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാനായിട്ടുള്ള ആ ഒരു സ്റ്റെപ്സ്. അപ്പം ആ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നവർക്കാണ് മെയിൻ ആയിട്ട് ഈ ഒരു ന്യൂസ് ഉപകാരപ്രദമായിട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു സ്കോറാണ് ഇപ്പം കുറച്ചേക്കുന്നത്. അതായത് ഇനീഷ്യൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സ്കോറിലാണ് ഇപ്പൊ അവര് കുറവ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ അതെന്താന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പൊ നിങ്ങൾക്കറിയാം, അഫ്ര രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാന്നുള്ളത്. അതിലൊന്നാണ് IELTS, പിന്നെ OET, PTE, അതിന്റെ കൂടെ ടോഫലും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ കൂടെ അവര് ഒരു ടെസ്റ്റും കൂടെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഇപ്പോ വന്നിട്ടുണ്ട്. അതാണ് കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് ടെസ്റ്റ്. അപ്പോൾ അത് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് അറിയില്ല, കാരണം അതൊരു പുതിയ അഡീഷൻ ആണ് ഈ ഒരു ക്രൈറ്റീരിയയിലോട്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് അഫ്ര അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് ഉണ്ട്. അപ്പം നമുക്ക്
അതേപോലെ തന്നെ കുറച്ച് പേരുടെ ക്വയറിയാണ് നമ്മൾ ഡയറക്റ്റ് രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഏത് സ്റ്റേജിലാണ് ഈ ഒരു ലാംഗ്വേജ് റിക്വയർമെന്റ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻസ് ഓൺ ഇൻഡിവിജ്വൽ എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ചിലർക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ഡിസൈഡ് സ്കോർ കിട്ടും എന്നുള്ളത്. അതേസമയം ചിലർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, അയ്യോ ഞാൻ ചിലപ്പോൾ 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം എഴുതേണ്ട വരുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ എൻക്ലെക്സ് എക്സാം കഴിയുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മുടെ ലാംഗ്വേജ് ടെസ്റ്റിനും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിന് ഡേറ്റ് എടുത്ത് എക്സാം എഴുതി തുടങ്ങാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതല്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് ഈ ലാംഗ്വേജ് റിക്വയർമെന്റ് ആവശ്യമായിട്ട് വരുന്നത് ഇതിന്റെ ഫൈനൽ സ്റ്റേജിലാണ്. അതായത് നമ്മുടെ ഓസ്കി എക്സാമും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ലാംഗ്വേജ് റിക്വയർമെന്റ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡിലേ ചെയ്യാം എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെയിം സ്കോർ നമുക്ക് PR ആപ്ലിക്കേഷന്റെ സമയത്തും കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കറിയാം ഈ ഇംഗ്ലീഷ് ടെസ്റ്റുകളുടെ എല്ലാം വാലിഡിറ്റി 2 വർഷത്തേക്കേ ഉള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ട് നമ്മുടെ PR എലിജിബിലിറ്റി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വീണ്ടും ഈ എക്സാം അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് ആ ഒരു 2 പ്രാവശ്യം എഴുതുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ മാത്രം ആ ഒരു സ്റ്റേജ് വരെ പോകാനായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് സ്കോറിലേക്ക് പോകാം. അപ്പോൾ ഇപ്പം IELTS-ന് വേണ്ട സ്കോർ റൈറ്റിങ്ങിന് 6.5-ഉം ബാക്കി എല്ലാ മൊഡ്യൂൾസിനും 7-ഉമാണ് ആവശ്യമായിട്ട് വരേണ്ടത്. ഓവറോൾ 7. അപ്പൊ നമുക്കറിയാം നേരത്തെ ഇതെല്ലാം 7.5 ആയിരുന്നു ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഈ എല്ലാ ടെസ്റ്റുകൾക്കും റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ് ആൻഡ് റീഡിങ് ഈ 4 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. അപ്പൊ ഇതിൽ എല്ലാ മൊഡ്യൂളിലും റൈറ്റിങ്ങിന്റെ സ്കോറാണ് അഫ്ര കുറച്ചേക്കുന്നത്. അത് എല്ലാ കൺട്രീസിലും എനിക്ക് തോന്നുന്നു റൈറ്റിങ്ങിന്റെ ഒരു സ്കോറാണ് കുറച്ചേക്കുന്നതെന്ന്. കാരണം റൈറ്റിംഗ് ആയിരിക്കും ഒരുപക്ഷെ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നതും ലെസ് യൂസ് വരുന്നതും. ഇനി നമ്മൾ OET-ലോട്ട് പോവുകയാണെങ്കിൽ നേരത്തെ എല്ലാത്തിനും B വേണമായിരുന്നു സ്കോർ. ഇപ്പൊ അത് റൈറ്റിങ്ങിന് C+ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബാക്കി 3 മൊഡ്യൂൾസിനും B തന്നെ വേണം. അതാണ് ഇപ്പോഴത്തെ OET-യുടെ സ്കോർ. അതുപോലെ തന്നെ PTE വരുമ്പോൾ PTE-യിലാണ് കുറച്ച് ഒരു കൺഫ്യൂഷൻ വരുന്നത്. PTE നേരത്തെ 65 ഓവറോൾ, ഇൻഡിവിജ്വൽ 65 ആയിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ റൈറ്റിംഗ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും 66-ഉം റൈറ്റിങ്ങിന് 56-ഉമാണ് ആക്സെപ്റ്റബിൾ സ്കോറായിട്ട് ഇവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം PTE-യുടെ കാര്യം വരുമ്പോൾ അത് ഇൻക്രീസ് ആയേക്കുവാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി PTE ആണ് ഈസി എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, OET എഴുതിയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ PTE-യും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ OET-നെ കമ്പയർ ചെയ്തിട്ട് PTE ഭയങ്കര ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 66 സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്കോർ. പിന്നെ വരുന്നത് ടോഫിലാണ്. ടോഫിലിന് ഓവറോൾ സ്കോർ വേണ്ടത് നമുക്ക് 94 ആണ്. അതിൽ റൈറ്റിംഗ് 23-ഉം ബാക്കി എല്ലാ മൊഡ്യൂൾസിനും 24-ഉമാണ് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ പോണ സ്കോർ. പിന്നെ വരുന്നത് നമ്മുടെ പുതിയതായിട്ട് ആഡ് ചെയ്ത കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ്. അതിന്റെ സ്കോർ വരുന്നത് ഓവറോൾ വേണ്ടത് 185 ആണ്. അതിൻ്റെയും റൈറ്റിംഗിൽ കുറവുണ്ട്. റൈറ്റിംഗ് 176 മതി. അപ്പോൾ ഈ ഒരു ഓവറോൾ പിക്ചർ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ റൈറ്റിങ്ങിന്റെ സ്കോർ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റിങ്ങിന്റെ സ്കോറാണ് എല്ലാത്തിലും കുറവായിട്ട് വേണ്ടത്. ബാക്കിയെല്ലാം ആ ഒരു പണ്ടുണ്ടായിരുന്ന ആ ഒരു സ്കോർ തന്നെ നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് ചേഞ്ച് വന്നേക്കുന്നത്. പറ്റും. അപ്പോൾ ഈ ഒരു സ്കോറുകളെ പറ്റിയിട്ട് ഇപ്പം നിലവിൽ വേണ്ട സ്കോറുകളെ പറ്റിയിട്ട് ഏകദേശം ഒരു രൂപം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ക്ലബിംഗ് ഓപ്ഷൻസിലോട്ട്. അപ്പൊ നേരത്തെ അഫ്ര അക്സെപ്റ്റ് ചെയ്യുന്നത് 6 മന്ത് പീരീഡിനുള്ളിൽ എഴുതിയ റിസൾട്ടുകൾ തമ്മിലായിരുന്നു ക്ലബിങ് അലൗഡ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്തത് ജനുവരിയിലാണെങ്കിൽ ജൂണിന്റെ ഉള്ളിലുള്ള
എക്സാമിന്റെ സ്കോറുകൾ മാത്രമാണ് നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിപ്പോ 1 ഇയർ ആയിട്ട് അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് 1 ഇയർ ടൈം ലിമിറ്റിനുള്ളിൽ എഴുതിയ എക്സാംസിന്റെ സ്കോറുകൾ നമുക്ക് ക്ലബ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു ഗുഡ് ന്യൂസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം 6 മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 6 മാസം കൂടെ എക്സ്റ്റെൻഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ക്ലബിങ് പറ്റുന്ന കേസുകളിൽ അതിന് നമുക്ക് ഇനഫ് ടൈം കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലെ? പക്ഷെ അതിനകത്ത് വേറൊരു പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലബിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ IELTSന്റെ സ്കോർ മിനിമം 6.5 താഴെ പോകാൻ പാടില്ല. അതുപോലെ തന്നെ OETക്ക് നേരത്തെ C അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ക്ലബിങ്ങിന്. അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു മൊഡ്യൂളിന് നമുക്ക് Cയും ബാക്കി എല്ലാത്തിനും C+ കിട്ടിയെങ്കിൽ അടുത്ത സിറ്റിങ്ങിൽ നമുക്ക് ആ ഒരു C കിട്ടിയ മൊഡ്യൂളിൽ നമുക്ക് B കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്യാനായിട്ട് പറ്റും എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ക്രൈറ്റീരിയ. പക്ഷെ ഇപ്പോൾ അത് C+ താഴെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലബിംഗ് സ്കോർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ എന്നാലും C+ മിനിമം സ്കോർ ആക്കിയ ആ ഒരു സ്ഥിതിക്ക് നമുക്ക് റൈറ്റിംഗ് C+ഉം ബാക്കി എല്ലാത്തിനും Bയും നമുക്ക് ഇതുപോലെ ക്ലബ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതും 1 ഇയർ പീരീഡ് ടൈം ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ PTയുടെ മിനിമം സ്കോർ വരുന്നത് 56 ആണ്. അപ്പോൾ ഒരു മൊഡ്യൂളിൽ പോലും 56 താഴെ സ്കോർ കിട്ടാൻ പാടില്ല നമ്മൾ ക്ലബ് ചെയ്യണ സമയത്ത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ടോഫലിനും റൈറ്റിംഗിന്റെ ലോവസ്റ്റ് സ്കോർ ഏതാണോ അതായിരിക്കണം മിനിമം സ്കോർ ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടി എടുക്കേണ്ടത്. അതാണ് ക്ലബിംഗ് സ്കോറിൽ വരുമ്പോൾ ഉള്ള ആ ഒരു വ്യത്യാസം. പക്ഷെ നമുക്ക് 1 ഇയർ ഡ്യൂറേഷൻ അതിനകത്ത് കിട്ടുന്നുണ്ടെന്നുള്ളത് അതിനകത്തൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാ മൊഡ്യൂളും നമുക്ക് 3 മൊഡ്യൂളിൽ B കിട്ടി. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് OET ആണ് എടുക്കുന്നത്, പക്ഷെ എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് 3 മൊഡ്യൂളിൽ B കിട്ടി. ഒരു മൊഡ്യൂളിൽ മാത്രമാണ് നമുക്ക് C കിട്ടിയെന്നുണ്ടെങ്കിൽ ആ C കിട്ടിയ മൊഡ്യൂൾ മാത്രമായിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ പറ്റില്ല. നമ്മൾ എക്സാം എഴുതുമ്പം എല്ലാ മൊഡ്യൂളും ഒരേപോലെ തന്നെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അന്നേരം അതിനകത്ത് വരുന്ന ഒരു ചാലഞ്ചാണ്. അതിൽ വീണ്ടും നമ്മൾ C+ൽ താഴോട്ട് പോകാൻ പാടില്ല എന്ന്. അപ്പൊ അതുപോലെ തന്നെയാണ് മറ്റ് ടെസ്റ്റുകൾക്കും ഈ ഒരു സെയിം ക്രൈറ്റീരിയ തന്നെയാണ് കേട്ടോ. അതായത് നമുക്ക് ഒരു മൊഡ്യൂളായിട്ട് റീഅപ്പിയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ വരുന്ന ഒരു ക്വയറിയാണ്, ഇത് എന്ന് മുതലാണ് ഈ ഒരു പുതിയ സ്കോർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് 2025 ഏപ്രിൽ 1 തൊട്ടിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന സംശയമാണ്, നേരത്തെ അപ്ലൈ ചെയ്തവർക്ക് അപ്പോൾ ഏത് സ്കോറാണ് അക്സെപ്റ്റബിൾ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പം 2025 ഏപ്രിലിന് മുന്നേ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ഓൾമോസ്റ്റ് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റിക്വയർമെന്റ് ആണല്ലോ ലാംഗ്വേജ് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 1 ഇയർ ആണ് ഇവർ ഏകദേശം ട്രാൻസിഷൻ പീരീഡ് തരുന്നത്. അപ്പോൾ ആ ഒരു പഴയ സ്കോർ വെച്ചിട്ട് തന്നെ നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ വരുന്നത് ഒന്ന് PTയുടെ സ്കോറിലാണ്. കാരണം അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ 65 ഓവറോൾ സ്കോർ വെച്ചിട്ട് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഇനിയിപ്പോൾ വീണ്ടും എഴുതേണ്ടി വരുമെന്ന്. അതിന്റെ ആവശ്യം വരത്തില്ല. നിങ്ങളുടെ ആ ഒരു ഓൾഡ് സ്കോർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷനിലേക്ക് എത്തിപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്ന സംശയമാണ് മറ്റേ OETയുടെ. നേരത്തെ C അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ക്ലബിംഗ് സ്കോറിൽ, ഇപ്പം C+ ആണ് മിനിമം പറഞ്ഞേക്കുന്നത്. അപ്പം നേരത്തെ സ്കോർ നിങ്ങൾക്ക് C ആണ്, പിന്നീട് എഴുതിയപ്പോഴാണ് ഇവരുടെ റിക്വയർഡ് സ്കോർ കിട്ടിയതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കോർ അക്സെപ്റ്റഡ് ആണ്. അപ്പൊ അത് ഓർത്തിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എലിജിബിൾ ആണ് കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ലാംഗ്വേജ് ടെസ്റ്റിൽ കുറച്ച് രാജ്യങ്ങൾക്ക് ഇവർ എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 30 രാജ്യങ്ങളാണ് ഇപ്പൊ നിലവിലെ ലിസ്റ്റിലുള്ളത്. അത് നേരത്തെ ഉണ്ടായിരുന്നതിൽ സൗത്ത് ആഫ്രിക്കേനെ അവർ മാറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിലെ നഴ്സിംഗ് പഠിച്ചവർക്ക് ഓസ്ട്രേലിയയിലേക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് ടെസ്റ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതുവരെ. പക്ഷേ ഏപ്രിൽ 1, 2025 തൊട്ടിട്ട് അവിടെ പഠിച്ചവര്, സൗത്ത് ആഫ്രിക്കയിൽ പഠിച്ചവരും ലാംഗ്വേജ് ടെസ്റ്റിന് എഴുതിയിട്ട് വേണം രജിസ്ട്രേഷൻ എടുക്കാനായിട്ട്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നേക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കൺട്രീസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു 30 രാജ്യങ്ങളുണ്ട്. നമുക്ക് പരിചിതമായിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയാനായിട്ട് മാൾട്ടയാണ് പുതിയതായിട്ട് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ്
എക്സംഷൻ കിട്ടുന്ന രാജ്യങ്ങൾ. പക്ഷെ ഈ എക്സംഷൻ കിട്ടും എന്ന് പറഞ്ഞാലും അതിനകത്ത് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. അപ്പൊ അതെന്താന്ന് നമുക്ക് വിശദമായിട്ടല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാം. അതായത് ഇപ്പൊ ഒരുപാട് സ്റ്റുഡന്റ് വിസകളുടെ ഒക്കെ അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അല്ലെ. അപ്പൊ മിക്കവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ UK അല്ലെങ്കിൽ അയർലൻഡ് അല്ലെങ്കിൽ US പോയിട്ട് നഴ്സിംഗ് ഡിഗ്രി കഴിഞ്ഞിട്ട്, അതായത് ബാച്ചിലർ ഓഫ് നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് എലിജിബിൾ ആവോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം. അതായത് ഇപ്പൊ നമ്മൾ ആ ഒരു 4 years ഡിഗ്രി മാത്രം പഠിച്ചത് കൊണ്ട് നമുക്ക് അവിടുത്തെ ലാംഗ്വേജ് എക്സംഷന് എലിജിബിലിറ്റി കിട്ടത്തില്ല എന്നുള്ളതാണ് ഇവരുടെ സൈറ്റിൽ പറയുന്നത്. അതായത് പ്രൈമറി എഡ്യൂക്കേഷനും സെക്കൻഡറി എഡ്യൂക്കേഷനും കൂടി ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അതാണ് ഒരു ക്രൈറ്റീരിയ. അതായത് നമ്മൾ പ്രൈമറി സെക്കൻഡറി കഴിഞ്ഞിട്ട് അവിടെ നഴ്സിംഗും കൂടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 5 years കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഒരു +1 +2 തൊട്ട് പിന്നെ നഴ്സിംഗ് ഡിഗ്രിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു 30 രാജ്യങ്ങളിൽ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് വേവ് ഓഫിന് എലിജിബിൾ ആയിരിക്കും. അപ്പോൾ അതല്ലാതെ നമ്മൾ ഇപ്പൊ നഴ്സിംഗ് മാത്രം പഠിച്ചതുകൊണ്ട് നമ്മൾ ഈ ഒരു പാത്വേയിൽ ഈ ഒരു പ്രോസസ്സിൽ എക്സെപ്ഷന് എലിജിബിൾ ആവുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പൊ അതൊരു എന്താ പറയാ വലിയ ഒരു ആശ്വാസം തരുന്ന ഒരു കാര്യം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ ബോൺ ആൻഡ് ബോട്ടപ്പ് ആണ്, അല്ലെങ്കിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് രജിസ്ട്രേഷൻ എടുത്ത് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അതിനകത്തെ ഒരു കാര്യം. പിന്നെ വേറെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇപ്പൊ RN ആയിട്ട്, അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ RN ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രാജ്യത്ത് ആവശ്യമായിട്ടുള്ള ഒരു ലാംഗ്വേജ് റിക്വയർമെന്റ് ടെസ്റ്റ് പാസ്സായിട്ടായിരിക്കുമല്ലോ നമുക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ UK. അപ്പോൾ അവിടെ നമ്മൾ ഒരു 1 year ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ കേസ് മാനേജറിനെ അനുസരിച്ചിട്ട് നമുക്ക് ഒരുപക്ഷെ വേവ് ഓഫ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഇപ്പോൾ ന്യൂസിലാൻഡ് പാത്വേയിൽ OSCE എക്സാം ഒക്കെ ആഡ് ചെയ്ത് സമയത്തായതുകൊണ്ട് നമുക്ക് അതിൽ നമ്മളെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു 30 രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായിട്ടാണ് വർക്ക് ചെയ്യാൻ കയറിയേക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ സ്കോർ വെച്ചിട്ട് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഉറപ്പില്ല. കേസ് മാനേജർ, നമ്മുടെ കേസ് എടുക്കുന്ന മാനേജറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിന്റെ അവൈലബിലിറ്റി എത്രത്തോളം ആണെന്നുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഒരാളുടെ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരിക്കും ഇതുപോലെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിന് തടസ്സമായിട്ട് മെയിൻ ആയിട്ട് നിൽക്കുന്നത് ഒരു ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകുമോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ തന്നെയായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളെ പോലെയുള്ള രാജ്യത്ത് ഇപ്പം ഭയങ്കര എന്താ പറയാ ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി സെറ്റപ്പിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും ഈ ഒരു എക്സാം പാസ്സായിട്ട് ഇങ്ങോട്ട് എത്തുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസം തരുന്നൊരു വാർത്ത തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലും ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും ഒക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇതുപോലെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ദിവസം വരും. നിങ്ങൾ ഒരിക്കലും ഡെസ്പാവേണ്ട കാര്യമില്ല. എല്ലാവർക്കും അതിൻ്റെതായ സമയം ഉണ്ടെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ സമയം ആവാനിരിക്കുന്നതേ ഉള്ളൂ. കീപ് ട്രൈയിങ് ഫോർ ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ഡ്രീം ഒരു ദിവസം നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ. സോ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.